ഹായ്, നമ്മുടെ ജാവയുടെ പ്ലേലിസ്റ്റിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ നമ്മൾ പറഞ്ഞത്, അതായത് 28ഓളം വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാവയുടെ പ്ലേലിസ്റ്റിലായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ ബേസിക്സ് മുതൽ, അതായത് വളരെ ബേസിക്സ് എന്ന് വെച്ചാൽ +2 കഴിഞ്ഞ ഒരാൾക്ക് പോലും അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ബേസിക് കോഡിങ് എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ബേസിക് കോഡിങ് എന്തൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഒരു ബിഗിനറായി വരുമ്പോൾ അവർക്ക് എന്തൊക്കെ അറിയണം, ഇന്ന ഫണ്ടമെൻറ്റൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ബേസിക്സ് എന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ടോട്ടലി 28 വീഡിയോസാണ് നമ്മുടെ, ഇതും കൂടി 29ാമത്തെ വീഡിയോസാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനെ മനസ്സിലാവും, നിങ്ങൾക്ക് കോഡിങ് പറ്റുമോ പറ്റൂലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും. കാരണം വെച്ചാൽ അത്രയും ബേസിക്സ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം പല ടാസ്കുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ലൂപ്പിൻ്റെ കാര്യത്തിൽ ആ പാറ്റേൺ പ്രിൻ്റ് ചെയ്യുമ്പോൾ പല പാറ്റേൺസും നമ്മളാണ് പ്രൊവൈഡ് ചെയ്തതും, പിന്നെ അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നു. അതിലൊക്കെ ചില ആൾക്കാർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിലൊരാൾ അതിൽ വിന്നർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ വിന്നറിൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ്, അതായത് നമ്മൾ അനൗൺസ് ചെയ്യാം, ഈ പറഞ്ഞ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം ആ വിന്നർ ആരാ, എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനൗൺസ് ചെയ്യാം. നമ്മൾ നേരിട്ടാണ് എന്ത് ചെയ്ത് അവർക്ക് ഒരു ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ അവർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രൈസ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. നല്ല രീതിയിൽ അവർ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ പ്ലേലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുണ്ടാവുക. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, അതായത് ചില വീട്ടമ്മമാരായിരിക്കും എന്ത് ചെയ്യുക, മീൻസ് ഹൗസ് വൈഫായിരിക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്കൊക്കെ എന്താ ചെയ്യുക, ഇപ്പം ഇനി എങ്ങനെയാണ് റോഡ് മാപ്പ് പോവുക എന്നുള്ളത് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ബേസിക് കോഡിങ് അറിയാം. ഈ ബേസിക് കോഡിങ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതല്ലാത്ത കുറച്ച് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്, അതായത് ഒരു കൺസെപ്റ്റിങ് പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജാവ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ നെറ്റ് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും, ജാവ ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് എന്ന് നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് എഞ്ചിനിൽ പോയി സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ റിസോഴ്സസ് ഉണ്ട്. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റ് എടുത്ത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ, അതായത് ജാവ ഡെവലപ്പർ ആയിട്ട് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജാവ ആയിട്ട് എന്ത് ചെയ്യാം, നോക്കി പോവാം. ജാവ ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് കയറാം. ജാവ ഡെവലപ്പറായിട്ട് ജാവ മാത്രം ഉപയോഗിക്കാതെ ഇപ്പോൾ ജാവയിൽ എന്തൊക്കെ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ഫ്രെയിം വർക്ക്സ്, ലൈബ്രറി അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഫ്രെയിം വർക്ക്, ലൈബ്രറി എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ വീഡിയോസിൽ തന്നെ എന്താണ് ഫ്രെയിം വർക്ക്, എന്താണ് ലൈബ്രറി എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ കൺസെപ്റ്റൊക്കെ നിങ്ങളെന്ത് ശരിക്കും നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന സജഷൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഈ ജാവയിലും നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജാവ ഒരു ബിഗിനർ ലെവലിൽ നമുക്കൊരു ജാവ ഡെവലപ്പർ ആവുകയാണെങ്കിൽ തന്നെ എത്ര സാലറി ഉണ്ടാവും നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു 3 to 4 LP ബിഗിനർ കേട്ടോ, ഒരു ഫ്രഷറിന് കിട്ടുന്ന സാലറിയാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ജാവ ഡെവലപ്പർ ബിഗിനർ സാലറി എത്ര നമ്മൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് അറിയുന്നോ, അതായത് ഏത് രീതിയിൽ ഇംഗ്ലീഷ് അറിയുമോ അതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനെ മനസ്സിലാവും. ഇത് അവിടെ അക്കോർഡിംഗ് ടു Glassdoor ദ ആവറേജ് സാലറി ഫോർ ആൻ എൻട്രി ലെവൽ ജാവ ഡെവലപ്പർ ഇൻ ഇന്ത്യ ഈസ് 6,76,000 rupees പെർ ഇയർ കിട്ടുന്നത്. ഓക്കെ, അത് അക്കോർഡിംഗ് ടു Glassdoor ആണ്. Glassdoor എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പേടിക്കുന്നു വേണ്ട. Glassdoor എന്ന് വെച്ചാൽ അതൊരു ഓപ്പൺ സോഴ്സ് ആണ്, അതായത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോബ് സെർച്ച് ചെയ്യാനും മറ്റുള്ള കമ്പനീസിനെ കുറിച്ച് അറിയാനും അവരുടെ റിവ്യൂ, അവിടെ ജോബ്
ചെയ്ത എംപ്ലോയീസ് സ്റ്റാഫ് എന്തായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലതൊക്കെ നല്ല രീതിയിലും അതിൽ പ്രോൺസ് ഉണ്ടാവും, കോൺസും. അതായത് നമുക്ക് നല്ലതും ചീത്തയും അതിൽ കാണും. ആ കമ്പനിയിൽ എന്തൊക്കെയാണ് ഡെവലപ്പേഴ്സ് മീൻസ് നല്ലതും ചീത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കമ്പനീൻ്റെ ഗ്ലാസ് ഡോർ റിവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഗ്ലാസ് ഡോറിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട, നേരെ പോവുക. ഗ്ലാസ് ഡോർ എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കൊടുക്കുക ഗ്ലാസ് ഡോർ എന്താണെന്നുള്ളത്. ഗ്ലാസ് ഡോറും കാണാം, ഇവിടെ കാണുന്നുണ്ടോ ഈ ഗ്ലാസ് ഡോർ. ഇതാണ് ഗ്ലാസ് ഡോറിൻ്റെ വെബ്സൈറ്റ്. ഇവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സൈൻ ഇൻ ചെയ്യാം. നിങ്ങളുടെ സൈനും കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് കമ്പനി ഏതാണോ അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റും. അതായത് ഒരു കമ്പനിയെ കുറിച്ച് അറിയാൻ പറ്റും. എന്താണ് കമ്പനി, കമ്പനി ലിസ്റ്റിൽ എത്രത്തോളം ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ട്, പിന്നെ എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വേണം ഒരു IT ജോബിൽ കയറണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയറിംഗ് പോസ്റ്റ് കണ്ടു. അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഡോറിൽ വന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജോബ് നോക്കാം. അല്ല നിങ്ങൾക്ക് ഒന്നുകൂടി സ്കില്ലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവണം, അതായത് ഒരു ബിഗിനർ ലെവലിൽ സാലറി എനിക്ക് വേണ്ട, ഒരു എക്സ്പീരിയൻസ്ഡ് ആവണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ജാവ നിങ്ങൾക്ക് ഈ ജാവ പഠിപ്പിച്ചത് ജാവ എന്നുള്ള ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ വേണ്ടി അല്ല ഈ പ്ലേലിസ്റ്റ് ഇറക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളിലേക്ക് ഒരു ബേസിക് കോഡിങ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്, നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബേസിക് കോഡിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബേസിക് കോഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനുള്ള എല്ലാ വഴികളും നമ്മളിവിടെ നിങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാത്ത് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എന്താണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, എന്താണ് മൊബൈൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പല സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് വെച്ചാൽ നിങ്ങൾ കാണുന്ന വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ മൊബൈലിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ആപ്പാണ്. ഇപ്പോൾ iOSന് നമ്മൾ എന്ത് ചെയ്യും, വേറെ തന്നെയാണ് UI കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അതായത് നമുക്ക് അതിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ആയിരിക്കും. പക്ഷേ സാംസങ്ങിലോ ആൻഡ്രോയിഡ് ഫോണിൽ വരുമ്പോൾ അത് വേറെ തന്നെ ആയിരിക്കും ഈ ഡിസൈൻ. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൂമിങ്ങിലുള്ളത് ഫ്ലട്ടർ ഉണ്ട്. ഫ്ലട്ടറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്, അത് ക്രോസ് പ്ലാറ്റ്ഫോം. അതായത് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഫോണിലൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലട്ടർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വെച്ചിട്ടാണെങ്കിൽ ഫ്ലട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഫ്ലട്ടർ, ഇങ്ങനെ വെച്ച് നിങ്ങൾ വറീഡ് ആവണ്ട, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് വേണം, അതായത് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ഇങ്ങനെ പല കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേസ്ഡ് ആവാൻ പറ്റും. അതായത് അതുപോലെ ആ കരിയർ നോക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ബൂമിംഗ് ആണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യണമെങ്കിൽ, ആ പാത്ത് ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കില്ല് എന്ത് ചെയ്യുക, സ്കില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, നിങ്ങളെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ നോക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ക്ലയൻസിനെ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള പ്രൊജക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. പ്രൊജക്റ്റിൻ്റെ ഐഡിയസ് നോക്കുക, എന്നിട്ട് ബിൽഡ് ചെയ്തതിന് ശേഷം ആ പ്രൊജക്റ്റിൻ്റെ ഐഡിയസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കുക. ശരിക്കും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ചെയ്താൽ നിങ്ങളുടെ സ്കിൽ അപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, കോഡിങ്, ഈ പറഞ്ഞ പോലെ IT മേഖലയിൽ നല്ല രീതിയിൽ എന്തുണ്ട്, നിങ്ങൾക്ക് കരിയർ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ജോബ് കിട്ടും. ഇപ്പം എല്ലാവർക്കും ബിടെക് പഠിച്ച ആൾക്ക് മാത്രം ജോബാണ്, ഇല്ലെങ്കിൽ BCA പഠിച്ച ആൾക്ക് മാത്രം ജോബ് ഉണ്ട് എന്നുള്ള രീതിയിൽ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്ക് മാത്രമാണ് IT ജോബ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം IT ബാക്ക്ഗ്രൗണ്ട് വരാത്ത ഇഷ്ടംപോലെ ആൾക്കാർക്ക് എന്തുണ്ട്, ജോബ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ സെൽഫിൽ തന്നെ ഇത് ചെയ്തിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം നിങ്ങൾക്കും പറ്റുന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പഠിച്ചതിന് ശേഷം മെല്ലെ സ്കില്ലപ്പ് ചെയ്ത്
ഓരോ സ്കില്ല് പഠിച്ചതിന് ശേഷം മെല്ലെ എന്ത് ചെയ്യുക, കയറുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ റോഡ് മാപ്പ് ഒന്ന് റെഡിയാക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം, ഇപ്പം നമ്മുടെ പ്ലേലിസ്റ്റ് എന്തെങ്കിലും ഇതല്ല, ഈ പ്ലേലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു പ്ലേലിസ്റ്റ് തുടങ്ങും. ഇപ്പോൾ അങ്ങനെയുള്ള പല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന പ്ലേലിസ്റ്റ് തുടങ്ങിയാൽ നമുക്ക് ഒന്നും കൂടി ഉപകാരമാവും എന്നുള്ളത് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ് ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് പഠിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയുക. ഇങ്ങനെ കമൻറ്റിൽ ഓരോന്നിൽ പറയുക, ഇങ്ങനെ ഇത് എന്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലേലിസ്റ്റ് കിട്ടിയാൽ നന്നാവും. അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ സജഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതും ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്തിലാണ് താല്പര്യം, അത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ നമുക്ക് താല്പര്യമുള്ളത് കിട്ടിയിട്ട് കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. നല്ല രീതിയിൽ ചൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അത് വെച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോവുക. നിങ്ങൾ എന്ത് ചെയ്യും, ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. മൊബൈൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഒരു പകുതി എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കാഭാഗം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ആരെങ്കിലും വന്ന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആണ് ഭൂമി എന്ന് പറയുമ്പോൾ നേരെ അത് നിർത്തിയിട്ട് നേരെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ എന്ത് ചെയ്യും, ആകെ ചാടും. അപ്പോൾ വെച്ചാൽ ഇവിടെ കോൺഫ്ലിക്റ്റ് ആവുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം, അതും ഫുള്ളാവില്ല, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റും ഫുള്ളാവില്ല. കാരണം എന്താ വെച്ചാൽ അത് ഫുള്ളാവാൻ മനസ്സുണ്ടാവില്ല. കാരണം എന്താ, ഇത്രത്തോളം പഠിച്ച് വീണ്ടും ഇതന്നെയാണല്ലോ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ മടുപ്പ് വരും, നിങ്ങൾ തന്നെ നിർത്തും. അപ്പോൾ ആരെന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കും അതിനുള്ള സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സ്കില്ല് പഠിക്കുക, നല്ല രീതിയിൽ അതിൽ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ അത് തറാക്കിയതിന് ശേഷം അതിലൊരു എക്സ്പീരിയൻസ്ഡ് ആയി എന്തും ചെയ്യാൻ പറ്റും തോന്നുകയാണെങ്കിൽ മാത്രം അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ള സജഷൻ. പിന്നെ നമ്മുടെ വേറൊരു കാര്യം പറയാം, നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് ആദ്യമൊക്കെ തുടങ്ങുന്ന ടൈമിലൊക്കെ നല്ല സംശയങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല വ്യൂസ് മീൻസ് നല്ല ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കോഡിങ് വന്ന് അവസാനം എത്തുന്ന ടൈമിൽ എല്ലാവർക്കും മടുപ്പ് വന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരും തുടങ്ങുമ്പോൾ നല്ല ആവേശത്തിൽ തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ അവർക്ക് ആവേശം കുറയും. ആ രീതിയിലാണ് നമ്മുടെ ഒരു ഘടന അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. അതല്ലാതെ ഇപ്പം ഞാൻ പുഷ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുഷ് ചെയ്തിട്ട് പഠിക്കുന്നതല്ല. ഇപ്പോൾ പണ്ട് കോളേജ് സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചത് അല്ലേ. കോളേജ് സ്കൂളിൽ പോകുമ്പോൾ അവർ നല്ല പുഷ് ചെയ്യും, നാളെ പരീക്ഷ ചെയ്യണമെന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും. എന്നിട്ട് പരീക്ഷ എഴുതുമ്പോൾ മനപ്പാടം അതേപോലെ പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതും. ചില ആൾ ജയിക്കും, ചില ആൾ തോക്കും. പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് തന്നെ. അപ്പോൾ ആ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ, അതായത് എങ്ങനെയെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന പോലെ അല്ല ഇതെന്താ വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ സജഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു സപ്പോർട്ടിന് വേണ്ടി ചോദിക്കാൻ എന്നുള്ള കാര്യം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു വീക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഈ പ്ലേലിസ്റ്റ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്കുള്ള സപ്പോർട്ട് അവിടെ എന്ത് ചെയ്യും, കിട്ടൂല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും എന്നുള്ള തോന്നിയിട്ട്, അതായത് മീൻസ് നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടാവില്ല, പെട്ടെന്ന് എത്തിയിട്ടുണ്ടാവില്ല, പതുക്കെ വരുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ 1 വീക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1 വീക്കും കൂടി നിങ്ങൾക്ക് ഫ്രീ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഉപകാരപ്പെടുത്തുക. പിന്നെ പ്രധാനമായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ 1 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് അച്ചീവ് ചെയ്യാൻ കാരണം. പിന്നെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടീമിനോടാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഞാൻ വൈകാതെ തന്നെ ഓരോരുത്തർ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ടീമാണ് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ എഡിറ്റർ സാബി എന്നുള്ള അവരിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നൈറ്റ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. നൈറ്റ് മൊത്തം നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ആദ്യം ഒരു വീഡിയോ മൊത്തത്തിൽ നോക്കും, കാരണം എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ. കാരണം നിങ്ങൾക്ക് തെറ്റ് പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്തു തന്നാൽ അത് നമുക്കുള്ള ഇഷ്യൂസ് ആവും. അത് നിങ്ങളും അതുപോലെയാണ് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റുണ്ടോ എന്ന് നോക്കും. തെറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ, അത് നൈറ്റ് ആണെങ്കിൽ തന്നെ അപ്പം തന്നെ ഷൂട്ട് ചെയ്യും. ചില നിങ്ങൾക്ക് തന്നെ ചിലത് നോക്കിയാൽ മനസ്സിലാവും, ചില വീഡിയോൻ്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ നൈറ്റിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്, ഒരു 2 മണി ആ സമയത്തൊക്കെ ആയിരിക്കും അല്ലേ സാർ?
അതാണ് ആ ടൈമിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് വീഡിയോ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ടീം അതന്നെ മെയിൻലി പറയുന്നത് അവർക്കും കൂടി താങ്ക്സ് പറയണം. കാരണം എന്താ വെച്ചാൽ അവർ നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലേലിസ്റ്റ് ഇറക്കിയത്. പിന്നെ അതുപോലെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത രാഹുൽ, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ എടുത്ത് നോക്കി കാണാം. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അതുപോലെ ടീം ഓരോരുത്തർ പേരെടുത്ത് പറയാത്തതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്ലേലിസ്റ്റ് ആവട്ടെ നമ്മുടെ വീഡിയോസ് ആവട്ടെ ഇറക്കാനുള്ള ഒരു കാരണം. അവരും കാരണക്കാരാണ്. ഈ കാണുന്ന ഫേസ് കാണുന്നത് ഞാൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ പല ആൾക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന രീതിയിൽ ഞാനിപ്പോൾ അറിയിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സപ്പോർട്ടിന് വേണ്ടി അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. കീപ് വാച്ചിങ്. പിന്നെ ഞാൻ 2 ലൈഫിലേക്ക് എടുത്ത് സന്തോഷമായി അല്ലേ? ഓക്കെ ഗുഡ്. ഇതേപോലെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാസ്കിൽ നിൽക്കാതെ നമ്മൾ എന്താണ് പറയുന്നത് അതിൽ നിൽക്കാതെ അതിനപ്പുറം എന്ത് ചെയ്യും, പഠിക്കാം, റെഫർ ചെയ്യുക, വീണ്ടും ഡോക്യുമെൻ്റ് വായിക്കുക, വീഡിയോസ് കാണാം. ഇതുപോലെ പല ഇതും നിങ്ങൾക്കുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീണ്ടും ട്രൈ ചെയ്യാം, കിട്ടും. ഓക്കെ.